പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ കൂടി. അവിടുത്തെ മത്സരത്തിൽ 4 തരം വള്ളങ്ങളാണല്ലോ പങ്കെടുക്കുന്നത്. അതിൽ ഇരുട്ടുകുത്തിയുണ്ട്, വെപ്പുണ്ട്, ചുരുളനുണ്ട്, അതേപോലെ തന്നെ തെക്കനോടി എന്നിങ്ങനെ 4 തരത്തിലുള്ള വള്ളങ്ങളാണുള്ളത്. നാലിനും വെവ്വേറെ മത്സരങ്ങളുമുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഏത് ഇനത്തിലുള്ള വള്ളങ്ങളാണ്? പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ 4 തരം വള്ളങ്ങളും അതിൻ്റെ പ്രത്യേകതകളും വളരെ പെട്ടെന്നൊന്ന് പറയാമോ സുധീഷ്? തെക്കനോടി, വെപ്പ്, ചുരുളൻ, അതോടൊപ്പം തന്നെ ഇരുട്ടുകുത്തി, ഇങ്ങനെ 4 കൂട്ടം ചെറുവള്ളങ്ങളുണ്ട്. അവയ്ക്ക് സമ്മാനങ്ങളുണ്ടെങ്കിൽ തന്നെയും വെള്ളിക്കപ്പ് നെഹ്റു ട്രോഫി കിട്ടുക ചുണ്ടൻ വള്ളത്തിനാണ്. ചുണ്ടൻ വള്ളങ്ങളിൽ 22 ചുണ്ടനാണ് ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലെത്തുക. നേരത്തെ മത്സരം നടന്നിരുന്നത് ഓരോ ഹീറ്റ്സും, അന്നൊക്കെ 4 ഹീറ്റ്സ് മത്സരം നടന്നാൽ 16 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അതിൽ ഓരോ ഹീറ്റ്സിലും വിജയിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അതിൽ ഫൈനലിൽ ആര് ജയിക്കുന്നു അവർക്ക് വെള്ളിക്കപ്പ് കിട്ടുന്നു എന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 22 ചുണ്ടനിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങളായിരിക്കും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുക. ആ ക്രമത്തിൽ ലൂസേഴ്സ് ഫൈനലിലേക്കും വരും. അതിൽ ഫൈനലിൽ ആദ്യം ആരെത്തുന്നോ അവർക്ക് വെള്ളിക്കപ്പ് കിട്ടും എന്നതാണ് സംവിധാനം. മറ്റു വള്ളങ്ങൾക്കെല്ലാം തന്നെ നെഹ്റു ട്രോഫിയിലെ ഇരുട്ടുകുത്തി ജേതാവ്, ഇല്ലേ തെക്കനോടി ജേതാവ് എന്ന് പറയാം എന്നല്ലാതെ നെഹ്റു ട്രോഫി നേടിയുന്നത് ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നാമതെത്തുന്നതാണ്. അത് ആ ക്ലബിനും ചുണ്ടനും കൂടിയാണ്. നേരത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ പേരിലായിരുന്നു കൂടുതൽ അറിയപ്പെടുന്നതെങ്കിൽ ഇപ്പം ആ സ്ഥാനത്ത് ക്ലബ്ബുകളും അതേപോലെ തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. ക്ലബ്ബുകളുടെ പ്രാതിനിധ്യം, ക്ലബ്ബുകളുടെ പേര് എല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആൾക്കാർ പറഞ്ഞതാണ് 2018 ആനാരി ചുണ്ടൻ അവസാനമായി ക്ലബ്ബുകൾ അങ്ങോട്ട് പണം നൽകി അവരെ ചുണ്ടൻ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം ഈ ചുണ്ടൻ വള്ള ഉടമസ്ഥരെല്ലാം ക്ലബ്ബുകളെ തേടി പോകുന്ന ഒരു അവസ്ഥയാണ്. ക്ലബ്ബുകളെ കളിപ്പിക്കുക, അതിൻ്റെ പണം അടക്കം ചുണ്ടൻ വള്ളങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. അത്തരം ഒരു സ്പോൺസർ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ പ്രൊഫഷണലിസമായി കൂടുതൽ 30-40 ദിവസം എല്ലാ കായിക ക്ഷമതകളും പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള പരിശീലനം, അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ടൈമിൽ തുഴയാനുള്ള ടെക്നിക്കുകൾ, പഴയ ശൈലി തന്നെ തുഴച്ചിലിൻ്റെ മാറിയിട്ടുണ്ട്. വള്ളംകളി ആകെ മാറി. ഒരുപാട് തന്ത്രങ്ങൾ, അതായത് പരമ്പരാഗത രീതിയിൽ നിന്നും ശരിക്കും വിജയത്തിലേക്ക്, ആ കപ്പിലേക്ക് എത്താനുള്ള ആ ദൂരത്തിലേക്ക്, അത് എത്ര വലിയ റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ്, എത്ര വലിയ പരിശ്രമത്തിനും അവർ തയ്യാറാണ്. 100%. അപ്പോൾ ഈ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രെയിനർ പറഞ്ഞത്, ഈ 40 ദിവസം ഞങ്ങൾ പരിശീലനം കൊടുക്കുമ്പം അത് നാടിന് നൽകുന്ന മറ്റൊരു നന്മയുണ്ട്. ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാൻ സമ്മതിക്കാതെ ചെറുപ്പക്കാരെ, പല വഴിക്ക് പോകേണ്ടിയിരിക്കുന്ന ചെറുപ്പക്കാരെ അടക്കം ഇവിടെ നിർത്തിക്കൊണ്ട് വളരെ ചിട്ടയായ പരിശീലനം, അത് കായികമായിട്ടായാലും മാനസികമായാലും എല്ലാവരും ഉണർവും ആത്മവിശ്വാസവും നൽകുന്നു. ഇത്തരം ഒരു പരിശീലനത്തിൽ പങ്കെടുത്ത് പുറത്തു വരുന്നവർക്ക് ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും എന്നതാണ് അവർ എടുത്തു പറയുന്നത്. അപ്പം അങ്ങനെ സമൂഹത്തിന് തന്നെ നന്മ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നെഹ്റു ട്രോഫിയും അതിൻ്റെ ഭാഗമായി നടക്കുന്ന വള്ളങ്ങളിലെ പരിശീലനവും എല്ലാം എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പോഴെന്തായാലും ഇവിടെ ഇന്ന് 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 കളിവള്ളങ്ങൾ മത്സരിക്കും. അതിൻ്റെ ചെറുവള്ളങ്ങളുടെ മത്സരം 11:30 തുടങ്ങും. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെയും അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഏതാണ്ട് 1 കിലോമീറ്ററിന് മുകളിലുള്ള ദൂരം സഞ്ചരിച്ചാണ് ഈ പുന്നമട കായലിലൂടെ ഇവിടെ ഓരോരുത്തരും ആ ഒരു സമയത്തിനായി. ചെറിയ വള്ളങ്ങളുടെ മത്സരമാണെങ്കിൽ നേരത്തെ നമ്മൾ പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ ചെറുവള്ളങ്ങളുടെ മത്സരം അത് ശരിക്കും ഒരു ചുരുങ്ങിയ കാണികൾ മാത്രമേ. പക്ഷേ ഈ എങ്ങനെയാണോ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുന്നത് അതേ രീതിയിൽ തന്നെ, അതേ ആവേശത്തിൽ തന്നെ, അതേ ടീമോട് കൂടി തന്നെ അതിനും വലിയൊരു പ്രാധാന്യം, ഒരു വലിയ മാറ്റം കൂടി വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇപ്പം നമ്മൾ പറയേണ്ടത്, നെഹ്റു ട്രോഫി നേടുമ്പം കിട്ടുന്ന പ്രശസ്തി ഒന്നും കിട്ടിയില്ലെങ്കിലും വള്ളംകളി എന്നുള്ള ആവേശമാണ് ഈ ചെറുവള്ളങ്ങളിൽ പോലും 15-20 ദിവസം 10-30 തുഴച്ചിൽക്കാർ പരിശീലനം ചെയ്ത് പുന്നമടയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അത് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചെറുവള്ളങ്ങളും വരുന്നത്. അവർക്ക് കിട്ടുന്ന മറ്റ് സഹായങ്ങളെല്ലാം വളരെ കുറവാണ്. എന്നിട്ടും അവർ അത്തരത്തിൽ തുഴയുന്നു. അവരുടെയും നാളെ ലക്ഷ്യം ഇപ്പം രഞ്ജി കളിക്കുന്നവന് ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന് പറയുന്ന പോലെ, ക്രിക്കറ്റിനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ പറയുന്ന പോലുള്ള ഒരു പ്രതീക്ഷയിലാണ്. നാളെ ചുണ്ടനിൽ തുഴയെറിയാമെന്ന പ്രതീക്ഷയോടെയാണ് അവരും നിൽക്കുന്നത്. അവരും എന്തു തന്നെയായാലും വളരെ ചിട്ടയാർന്ന പരിശീലനത്തിലൂടെ പുന്നമടയിൽ എത്തുന്നു. അത്തരം ചെറുവള്ളങ്ങളുടെ കളി 11:30 ആരംഭിക്കുന്നത്. ഇതിലെല്ലാം ഉപരി ഇപ്പോൾ ഈ കരകളിലെ
ഒക്കെ തന്നെയും ബെറ്റ് അത് ഏറ്റവും പ്രധാനമാണ്. ആര് ജയിക്കും എന്നതിനെ കുറിച്ചുള്ള തർക്കവും ബെറ്റും വ്യാപകമായി നടക്കും. അത് എല്ലാം വലിയ ആവേശം തന്നെയാണ് പകരുന്നത്. ഇത്തരത്തിൽ പുന്നമടയിൽ മത്സരം നടക്കുമ്പോൾ ഓരോ കരയിലും ഓരോ ക്ലബ്ബ് ഏത് നാടിനെ പ്രതിനിധീകരിക്കുന്നു അവിടെ നിന്നും എല്ലാം ഇതേ ആവേശത്തിൽ, അത് വീട്ടമ്മമാർ പോലും ഇന്ന് കറി വെക്കുമ്പോൾ അടുക്കളയിൽ നിന്നും പറയുന്നത് ഇന്ന് ആര് ജയിക്കും അതിനെക്കുറിച്ചുള്ള തുഴച്ചിലിൻ്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് നെഹ്റു ട്രോഫി നാടിന് പകർന്നു നൽകുന്നത്. അടുക്കളയിൽ മാത്രമല്ല കേട്ടോ, പൊതുവിടത്തിലും സംസാരമാണ് ഇതിനെപ്പറ്റി. സുധീഷ് ഗോപാൽ അടുക്കളയിലേക്ക് പോയി, ഇപ്പോഴേ ഭക്ഷണത്തിന്റെ ചിന്തയാണ്. അതല്ല, ഭക്ഷണത്തിന്റെ ചിന്ത എപ്പോഴും വേണമല്ലോ. ഈ സുധീഷ് അരുൺ കൊടുങ്ങൂര്, ഈ ഉദ്ഘാടന എത്ര മണിക്കാണ്, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുക? മുഖ്യമന്ത്രിയാണല്ലോ ഈ ജലോത്സവം ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വിവരങ്ങൾ കൂടി, സമയം കൂടി. വിനോദ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഉദ്ഘാടന സഭ നടക്കുക. അതിൽ മുഖ്യമന്ത്രി PD സതീശനാണ് ഇതിൻ്റെ 72ാമത് നെഹ്റു ട്രോഫി ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്രം ടൂറിസം മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. മറ്റ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക മന്ത്രിമാരും അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധി, അത് MLA മാരും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും അടക്കം പങ്കെടുക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളും കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എത്തുമ്പോൾ അത് ടൂറിസം മേഖലയിൽ പുതിയ നല്ല പ്രഖ്യാപനങ്ങൾ കേരളത്തിലാകെ തന്നെ അത്തരം ഒരു പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫിയെ കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ അത് സാമ്പത്തികമായും എല്ലാം തന്നെ കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാക്കാൻ, ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തതാണ് ഇവിടുത്തെ പവലിയൻ്റെയും മറ്റും ദുരവസ്ഥകൾ. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണാൻ ഉതകുന്ന പദ്ധതികൾ കൂടി ഈ നെഹ്റു ട്രോഫിയിൽ പ്രഖ്യാപിക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഉദ്ഘാടന സഭയെ കാണുന്നത്. ഉദ്ഘാടന സഭ പൂർത്തിയായ ശേഷം ഏതാണ്ട് 3:30 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നത്. അങ്ങനെ 26 ഹീറ്റ്സിലായാണ് മത്സരം നടക്കുക. അതിനുശേഷം ചെറുവള്ളങ്ങളുടെ ശേഷിക്കുന്ന ഹീറ്റ്സ് മത്സരവും ഫൈനലും നടക്കും. പിന്നീട് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ, ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞ് ഫൈനൽ മത്സരത്തോടെയാവും നെഹ്റു ട്രോഫി പൂർണ്ണമാകുക. വിനോദ്, അശ്വതി.